കഴിഞ്ഞ ദിവസം ഫോഗ് മീഡിയയുടെ ഇനാഗ്രേഷൻ നടക്കുകയാണ്. ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ സമയമായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വാലറ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ വാലറ്റ് നഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒക്കെ തെരച്ചിൽ നടത്തി. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. വളരെ നിരാശനായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി അദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ അദ്ദേഹം എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ദൈവത്തോട് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഒരു വിളിയാളം വരികയാണ്. ഇന്നലെ വാലറ്റ് നഷ്ടപ്പെട്ട അതേ സ്ഥലത്ത് ഇശാ നിസ്കരിച്ച പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ എത്തണമെന്ന്. അങ്ങനെ അദ്ദേഹം വണ്ടി എടുക്കുന്നു. എന്നിട്ട് നേരെ ഷാബിയ 9 വന്നു. അവിടെ പാരിസ് കഫക്ക് തൊട്ടടുത്തുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു കോള് വരികയാണ്. നിങ്ങളുടെ വാലറ്റ് പാരിസ് കഫയിലുണ്ട്, വന്നെടുത്തോളൂ എന്ന്. തഹജ്ജുദ് പതിവാക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഒരു ഉത്തരാണത്. ശരിക്കും ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് 2 തരം നല്ല മനുഷ്യന്മാരെ കുറിച്ചാണ്. ഒന്ന്, തഹജ്ജുദ് പതിവാക്കി സൃഷ്ടാവിലേക്ക് അടുത്ത ഒരു മനുഷ്യനും, മറുഭാഗത്ത് മറ്റൊരുത്തൻ്റെ മുതൽ കിട്ടിയിട്ടും അത് തിരിച്ചു കൊടുക്കാൻ കാണിച്ച വലിയ മനസ്സുള്ള ആ ഒരു മനുഷ്യനെ കുറിച്ചും. ഈ 2 നല്ല മനുഷ്യന്മാരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനും പകർത്താനും ഉണ്ട്. അതുകൊണ്ടാണ് 2026 ആദ്യ പോഡ്കാസ്റ്റിൽ ഞാൻ ഇവരെ കുറിച്ച് പറയാൻ കാരണം.